ஒரு கதை சொல்லிட்டா சார். ഫ്ലാഷ് ബാക്ക്. എന്നിട്ട് ഇത്രയും പ്രായമായില്ലേ ഈ മനുഷ്യന്, 10-60 വയസ്സ് കഴിഞ്ഞില്ലേ? ഇത് എഴുതുന്ന ഉക്രിക്ക് ബോധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന വൈശാഖിന് ബോധം, ഇദ്ദേഹത്തിന് ബോധം വേണ്ടേ? കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്നു ബ്രോ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവുകയാണ്. സത്യം പറയാലോ, കൊതിയാവുകയാണ്. മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു. ആ കൂടെ 200 സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു 24 സിനിമകൾ മാത്രമാണ് അതിനകത്ത് ഓടിയത്. சிங்கம் வேட்டையாடும் போது காடை செழிப்பாக இருக்குமா, அப்போது பசியோடு இருக்கும்போது காடும் பட்னி கிடக்கணும். End of flashback. Even my next film, Thudurum, is a new director for me, but they have done it very brilliantly. Go take classes. It's a very like a Drishyam kind of thing. ഫീൽ ഗുഡ് അല്ല സിനിമ. എല്ലാവരും ഇങ്ങനെ ഫീൽ ഗുഡ് ആണ്, മറ്റതാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. അതിനെ ഉൾക്കൊണ്ടതും ഞാൻ അതിനെ ഡയറക്റ്റ് ചെയ്തതും ഒക്കെ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ്. அந்த ஆளுக்கு காரை கையில் கட்டியா கிளிப்போம். ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അറ്റൻഷൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്തു എന്നോ അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു എന്നല്ല. ബ്യൂട്ടിഫുൾ ഫിലിമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അത് 100% ഹിറ്റാണ്. ഞാൻ പടം കുറെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തുടരും ഒരു ചെറിയ ഫാമിലി ചിത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കൊച്ചു ചിത്രം, അതാണ് തുടരും. ആ സിനിമയുടെ റിയാക്ഷനാണ് കേട്ടോ. ഈ സിനിമ റിലീസിനെത്തുന്നത് ഏപ്രിൽ 25-ന്. യെസ്, ഫൈനലി ആ ദിവസം വന്നിരിക്കുകയാണ്. ഞാൻ കൊതിച്ച ദിവസം. എന്ത് പറയാൻ, കാത്തിരുന്ന നിമിഷം. ലാലേട്ടൻ ഫാൻസ് ആഘോഷിക്കാൻ കാത്തിരുന്ന നിമിഷമാണ് അല്ലേ? മോഹൻലാൽ ലാലേട്ടൻ ഇങ്ങനെ തന്നതിന് സ്ക്രീനിൽ 2.25 മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും. അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മാത്രമല്ല, മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി ഇച്ചാതി പടം. അതായത് ഒരു സിനിമ, നമ്മുടെ സിനിമയുടെ മാജിക് എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. ലാലേട്ടൻ ഈസ് ബാക്ക് എന്ന് വളരെ സന്തോഷവാനായി എനിക്ക് പറയാൻ പറ്റുന്നു. ഒറ്റ വാചകത്തിൽ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പറയാനാണെങ്കിൽ വിത്ത് ഫാമിലി ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. സിനിമയുടെ തുടക്കം അതിൽ ലാലേട്ടന്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ടൻ സിനിമ കണ്ടിട്ട്. നാളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ദിവസം. എനിക്ക് തോന്നുന്നു നേരം എന്ന് പറഞ്ഞ സിനിമയിലെ സമയത്തും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് ദിസ് മൂവി മക്കളെ, പണി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് തരുൺ. ആ പണി കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ത്രില്ലിംഗ് പാർട്ട് വരുമ്പോൾ എന്താണിത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. തിയേറ്ററിനകത്ത് ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. ഏത് മറ്റേ മാസിനോ മുണ്ടോ അടങ്ങി കുത്തലിനോ ഇൻട്രോയ്ക്കോ അതൊന്നല്ല, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള, അതായത് പ്രേക്ഷകർ ലയിച്ചിരുന്ന് കാണുന്ന സമയത്ത് കൈയടിക്കോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് മാൻ. ഒരുപാട് സർപ്രൈസിങ് എലമെന്റുകൾ, ഒരുപാട് റെഫറൻസുകൾ, ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു സിനിമ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കുക എന്നുള്ളത് തരുമൂർത്തിക്ക് വൃത്തിയായിട്ട് അറിയുന്നത് കൊണ്ട് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു കിടുക്കും പടം. ഒരു സീനൊക്കെ ഉണ്ട്, ഞാൻ സീനും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ. And this movie was exceptional. കിടിലം. അതായത് ലാലേട്ടന്റെ പുരിക അഭിനയിക്കും, വിരലഭിനയിക്കും, കണ്ണഭിനയിക്കും, മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലോ. തമ്പി മയിൽവാഹനം തലയില്ലടാ, തലയെടുക്കണം.